ട്രേഡേഴ്സ് ഇന്ന് മാർച്ച് 6 വ്യാഴാഴ്ച. അപ്പം നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നിപ്പം ഒരു വീഡിയോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നിപ്പം ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നതിനകത്തുനിന്ന് നിങ്ങൾക്ക് ചിലപ്പം അത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് ഉള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇന്നിപ്പം ഈ ഒരു ഇന്നത്തെ ട്രേഡിന് അപ്പൊ ഞാൻ എടുത്ത ട്രേഡിനെ പറ്റിയല്ല, ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചെന്നുള്ളത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഈ മൺഡേ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നിഫ്റ്റി ആ ഒരു മൺഡേയുടെ ലോ, അതിനുശേഷം ചൊവ്വാഴ്ച ദിവസം ആ ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. അന്നത്തെ ദിവസം ഒരു ബുള്ളിഷായിട്ട് ക്ലോസ് ചെയ്തു, അതായത് ചൊവ്വാഴ്ച ദിവസം. അതിനുശേഷം ബുധനാഴ്ച ദിവസം സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം, അതായത് ചൊവ്വാഴ്ച ദിവസം എവിടെയാണ് ക്ലോസ് ചെയ്തത് കൃത്യം അവിടെ തന്നെ ഒരു നോർമൽ, അതായത് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഒരു ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ. അതിനുശേഷം 1 വേ അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയപ്പോഴത്തേനും നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഈ ഒരു പുൾ ബാക്കിന്റെ ലെവൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ആ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിയപ്പോഴത്തേനും ഒരു ചെറിയ റെസിസ്റ്റൻസ് എടുത്തു. ആ ലെവൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 3-ാം തീയതി മൺഡേയില്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഫോളോ ചെയ്ത ലെവലിൽ വന്നപ്പോഴത്തേനാണ് ചെറിയൊരു റെസിസ്റ്റൻസ് അവിടെ എടുത്തു. അപ്പം ഇതാണ് ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട പ്രൈസ് ആക്ഷൻ. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് മൺഡേയില് ഈ ഒരു ലെവൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ അവിടെ നടന്നു, അല്ലേ? ഇത്രയും ഫോൾ അവിടെ നടന്നു. പക്ഷെ നിങ്ങൾ ഈ ബുധനാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഈ സെയിം ലെവൽ, അതായത് ഷാർപ്പ് ഫോൾ മൺഡേയിൽ നടന്ന ലെവലിൽ വീണ്ടും നിഫ്റ്റി ചൊവ്വാഴ്ച ദിവസം എത്തിയപ്പോൾ വളരെ ചെറിയൊരു പുൾ ബാക്ക് മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത്രയും സെല്ലേഴ്സ്, ഇവിടെ ഈ ഒരു ലെവലിൽ സെല്ലേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആയിരുന്നതുകൊണ്ടാണ് ഇത്രയും നിഫ്റ്റിയെ പുൾ ഡൗൺ ചെയ്യാൻ അവർക്ക് പറ്റിയത്. പക്ഷെ വീണ്ടും ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ആ സെയിം ലെവൽ എത്തിയപ്പോഴത്തേനും ബയേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് സെല്ലേഴ്സിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട്, അതായത് ഈ ഇത്രയും സെല്ലിങ്ങിന്റെ ഒരു 10% പോലും ഇവിടെ നടന്നില്ല, അല്ലെ? അതിനു മുന്നേ തന്നെ അത് വീണ്ടും ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട്, അതായത് ബയേഴ്സ് ഇവിടെ സെല്ലേഴ്സ് എല്ലാം വീക്ക് ആയിട്ട് ബയേഴ്സ് ഓവർ റൈഡ് ചെയ്തു സെല്ലേഴ്സിനെ. അതാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പ്രൈസ് ആക്ഷൻ. അതാണ് നിങ്ങളും നിങ്ങളുടെ ട്രേഡിങ്ങിൽ, അതായത് നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കാര്യം നിങ്ങളും ചാർട്ടിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് നേരത്തെ സെല്ലിങ് നടന്ന ലെവലിൽ എത്തുമ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് അവിടെ ബിഹേവ് ചെയ്യുന്നെന്നുള്ളത് നിങ്ങൾ ഇനിയും തൊട്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യാത്തൊരു കാര്യമായിരുന്നെങ്കിൽ, നിങ്ങൾ ദയവായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഇനിയും തൊട്ട് നിങ്ങളുടെ ചാർട്ട് റീഡിങ്ങിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അതായത് നേരത്തെ സെല്ലിങ് നടന്ന ലെവലിൽ വീണ്ടും ഇൻഡെക്സ് എത്തുമ്പോൾ അതേ ഇന്റൻസിറ്റിയോടുകൂടി സെല്ലിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പം ഇതായിരുന്നു നമുക്ക് ബുധനാഴ്ച ദിവസം നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു സെല്ലിങ് അത്രയും ഇവിടെ നടന്നില്ല. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ബയേഴ്സ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സെല്ലേഴ്സ് വീക്ക് ആകുന്നു, നിഫ്റ്റിയിൽ ബയേഴ്സ് സ്ട്രോങ് ആകുന്നു. അപ്പോൾ 11:09 ഏകദേശം 10 മണിക്ക് ക്രിയേറ്റ് ചെയ്ത ആ റെസിസ്റ്റൻസ് ചെറിയൊരു പുൾ ബാക്ക്, അതിനുശേഷം കംഫർട്ടബിൾ ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഡേ ഹൈക്ക് എടുത്താണ്. ഇനി നമ്മൾ ഇതേ പ്രൈസ് ആക്ഷൻ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചതെന്നുകൂടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണിക്കാം. ഈ 9:50 സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു, അതായത് 9:50 മൺഡേയിലെ ഹൈ നിഫ്റ്റി ചെറിയൊരു പുൾ ബാക്ക് എന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇതേ പ്രൈസ് ആക്ഷൻ തന്നെയാണോ
ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അതായത് എപ്പോഴും നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും നിഫ്റ്റി മാത്രമായിട്ട് നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യരുത്. ആ സെയിം ടൈമിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് പ്രൈസ് ആക്ഷൻ സംഭവിച്ചിരിക്കുന്നതും കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി കാണിച്ചു തരാം. അതായത് 9:50 സമയത്ത് എന്താണ് സംഭവിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ. അതായത് 10 മണി സമയത്ത്, അതായത് മൺഡേയിലെ ഓപ്പണിങ്ങിന്റെ ഹൈ ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലെ. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് റെസിസ്റ്റൻസ് വന്നു. എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഇവിടുന്ന് റെസിസ്റ്റൻസ് വന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് മൺഡേയിലെ ഓപ്പൺ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിലും ഈ 10 മണിക്കാണ്, അതായത് 10 മണി സമയത്താണ് നിഫ്റ്റിയുടെ ആ സെയിം ലെവലില് നിഫ്റ്റി ആ സമയത്താണ് ആ സെയിം ലെവലിൽ എത്തിയത്. അതായത് മൺഡേയിലെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയിൽ എത്തിയത് എപ്പോഴാണ്? ആ സമയത്താണ്. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 10 മണി സമയത്ത് ആണ് നിഫ്റ്റി അതിന്റെ മൺഡേയിലെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയിൽ എത്തിയത്. അതിന് മുന്നേ തന്നെ ബാങ്ക് നിഫ്റ്റി അവിടെ എത്തി, അത് ക്രോസ് ചെയ്യാതായിരുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റി ക്രോസ് ചെയ്തെങ്കിലും എന്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിക്ക് അവിടെ നിന്ന് ഒരു പുൾ ഡൗൺ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്താണ് നിഫ്റ്റി അതിന്റെ മൺഡേയിലെ ഹൈ എത്തിയത്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാല്, അതിനുശേഷം പിന്നെ ഈ 10 മണിക്കത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ആ ദിവസം, അതായത് ബുധനാഴ്ച ദിവസം ഈ ഒരു ലെവല് ബാങ്ക് നിഫ്റ്റിക്ക് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്യാനേ പറ്റിയില്ല. അതായത് പിന്നീട് ഈ ഒരു ഹൈലോട്ട് ബാങ്ക് നിഫ്റ്റി അന്നത്തെ ദിവസം എത്തി പോലും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പ്രൈസ് ആക്ഷൻ. ഇതാണ് നിങ്ങൾ രണ്ടാമത് നോട്ട് ചെയ്യേണ്ട ഒരു പ്രൈസ് ആക്ഷൻ. അതായത് പിന്നീട് 12:35 ആയപ്പോഴത്തേനും ഈ 10 മണിക്കത്തെ ഹൈ ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല. അവിടെ ആ ലെവലിലോട്ട് പോലും ബാങ്ക് നിഫ്റ്റി എത്തിയില്ല. അതേസമയം ആ നിഫ്റ്റിയിൽ എന്താ അന്നത്തെ ദിവസം സംഭവിച്ചത്? നിഫ്റ്റിയിൽ ആ പറഞ്ഞ 10 മണിക്കത്തെ ലെവലും ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒത്തിരി മുകളിലോട്ട് നിഫ്റ്റി പോയി അല്ലെ. അപ്പം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അതുവരെ ബാങ്ക് നിഫ്റ്റിയേക്കാൾ കൂടുതലായിട്ട് വീക്ക് ആയിരുന്ന നിഫ്റ്റി ആയിരുന്നു. പക്ഷെ ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയെ കഴിഞ്ഞും സ്ട്രോങ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയും അന്നത്തെ ദിവസം ഏകദേശം അന്നത്തെ റേഞ്ചിന്റെ മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ ദിവസം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് അന്നത്തെ ദിവസത്തിന്റെ റേഞ്ചിന്റെ കറക്റ്റ് 50% ലെവല് ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്തു. അതായത് നമ്മളിപ്പോൾ ഫിബൊനാച്ചി ലെവൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് 50% ലെവല്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതായത് എത്ര തവണ ബാങ്ക് നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുത്തു? ഈ 50% ലെവൽ. അതായത് ഇത്രയും പ്രൈസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫിബൊനാച്ചി ടൂൾ കൊണ്ടൊന്ന് വരയ്ക്കാം. അതായത് ഏകദേശം ആ ഒരു 50%, അതായത് ഈ റൈസിന്റെ 50% മാത്രം റീട്രേസ്മെന്റ് നടത്തിയിട്ട് ബാങ്ക് നിഫ്റ്റിയും അവിടെ സപ്പോർട്ട് എടുത്തു. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ട്രേഡിങ്ങിൽ ഫിബൊനാച്ചി ടൂളും കൂടെ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റീട്രേസ്മെന്റ് സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റി മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും സപ്പോർട്ട് എടുത്തു. അന്നത്തെ ദിവസം ബാങ്ക് നിഫ്റ്റി ഈ ഒരു 50% ലെവൽ പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ ഇല്ല. അപ്പം നമ്മളിപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ആവശ്യം ബുധനാഴ്ചത്തെ ദിവസത്തെ ക്ലോസിംഗ് നമ്മൾ അനലൈസ് ചെയ്തു. അതായത് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ മൺഡേയിലെ ഹൈക്ക് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നിഫ്റ്റി അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നിഫ്റ്റി അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് മൺഡേയിലെ ഹൈയും ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പം ബാങ്ക് നിഫ്റ്റിയേക്കാൾ കൂടുതലായിട്ട് നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതിയിലത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പാണിത്. അപ്പം ഈ ബുധനാഴ്ച ദിവസം മറ്റൊരു കാര്യം കൂടെ, അതായത് നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ഇതൊരു ഗ്യാപ്പാണ്. അതായത് ഞാൻ ആ പറഞ്ഞ പർട്ടിക്കുലർ ഡേറ്റിലെ, അതായത് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി ഗ്യാപ്പ് ഡൗൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. എക്സാക്ട്ലി ബുധനാഴ്ച ദിവസം നിഫ്റ്റി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിലെടുത്ത് നോക്കുക. അതായത്
ബുധനാഴ്ച ദിവസം, അതായത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ആ ഗ്യാപ്പ് ഇന്നലെ തന്നെ ഫില്ല് ചെയ്തു. പക്ഷെ ഇന്ന് നിങ്ങൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസം ഇതാണ് നിഫ്റ്റിയുടെ 2025 ഫെബ്രുവരി 28 ഫ്രൈഡേയിലെ ഗ്യാപ്പ്. ഇന്നലെ ദിവസം ആ ഗ്യാപ്പിലോട്ട് നിഫ്റ്റി എത്താൻ പറ്റിയിട്ടില്ല. അതായത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ തന്നെ ഈ 2025 ഫെബ്രുവരി മാസം 28 ഫ്രൈഡേയിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്തു, അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു താഴോട്ട് പോകുന്നു. പക്ഷെ നിഫ്റ്റി ആ ഗ്യാപ്പ് ഇന്നലെ, അതായത് ബുധനാഴ്ച ദിവസം ഫില്ല് ചെയ്തിട്ടില്ല. ഇനിയും എന്നാണ് ഈ ഒരു ഗ്യാപ്പ് ഈ നിഫ്റ്റി ഫില്ല് ചെയ്തെന്ന് നമ്മൾ നോക്കിയാൽ അത് ഇന്നത്തെ ദിവസം, അതായത് മാർച്ച് 6 വ്യാഴാഴ്ച വീക്കിലി എക്സ്പയറി ഡേയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് എവിടെയാണ് നിങ്ങൾ നോക്കുക. അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ ഗ്യാപ്പിനടുത്തായിട്ട് ഓപ്പൺ ചെയ്തു, അവിടെ നിന്ന് ഒരു ഷാർപ്പ് സെല്ലിങ് വന്നു. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ല് ലെവലുകളിലാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്യാപ്പിന്റെ തൊട്ട് താഴെ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് സ്ട്രോങ് ആയിട്ട് വീണ്ടും ഒരു സെല്ലിംഗ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ട്രേഡിങ്ങിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് സപ്പോസ് ഇപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ സെല്ലേഴ്സിന് സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് അത് അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇതിപ്പോ ഇവിടെ സംഭവിച്ച പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഈ ഒരു സെൽ ലെവലിന് താഴെ, അതായത് ഈ ഒരു ഗ്യാപ്പ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്യാപ്പുകളുടെ ബോർഡർ എപ്പോഴും ഒരു നല്ലൊരു സിവിയർ റെസിസ്റ്റൻസ് ലെവലാണ്. അതായത് നമ്മുടെ ഒരു സെൽ ലെവൽ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ലെവലാണ് ഗ്യാപ്പിന്റെ ബോർഡേഴ്സ്. അപ്പൊ ഗ്യാപ്പിന്റെ ബോർഡേഴ്സ് എപ്പോഴും സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലുമാണ്. അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് സപ്പോർട്ടും ആവും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ 28 ഗ്യാപ്പ് വ്യാഴാഴ്ച ദിവസമാണ് ഫില്ല് ചെയ്തത്. പക്ഷെ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ബുധനാഴ്ച ദിവസം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പം ഇന്നും ഇതുപോലെ തന്നെ നിഫ്റ്റിയെ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് ഷാർപ്പ് സെല്ലിംഗ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു കാരണം കൊണ്ടാണ്. അതായത് നിഫ്റ്റി അതിന്റെ ഗ്യാപ്പ് ബോർഡിന് തൊട്ട് താഴെ ഒരു ഓപ്പൺ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലായിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ആ സെയിം സെല്ലിംഗ് അവിടെ നടന്നു. അതിനുശേഷം ഈ സെല്ല് നടന്നിട്ട് അത് PDH ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പം എപ്പോഴും ഒരു PDHന് മുകളിലാണെങ്കിൽ അൾട്രാ ബുള്ളിഷ് ആണെങ്കിൽ ശരിക്കും സംഭവിക്കേണ്ടത് PDHന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെന്ന്, ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ PDHന് മുകളിലാണ് ഫസ്റ്റ് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് നടക്കേണ്ടത്. പക്ഷെ അതും കംഫർട്ടബിളി രണ്ടാമത്തെ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. പിന്നീട് അടുത്ത സപ്പോർട്ട് ആക്ട് ചെയ്യേണ്ടത് PDC ആണ്. പക്ഷെ PDCയും ബ്രേക്ക് ഡൗൺ ചെയ്തു. പിന്നീട് സപ്പോർട്ട് എടുത്ത ലെവൽ നിങ്ങൾ കാണണം. ആ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ ഡിസ്കസ് ചെയ്ത ഈ പറഞ്ഞ ഫെബ്രുവരി 25 മാർച്ച് 25 മൺഡേ 3-ാം തീയതിയിലത്തെ ഇപ്പൊ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഈ സെൽ ലെവല് ഇവിടെ വന്നപ്പോഴത്തേന് സെല്ലിങ് നടന്നില്ല. അപ്പം ഇവിടുന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, അതായത് ഇവിടെ ഈ ഒരു ലെവല് സ്ട്രോങ് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. ബുധനാഴ്ച ദിവസം ആ ലെവൽ വന്നപ്പോഴത്തേനും ബയേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയി. അതായത് ഇവിടുന്ന് സെല്ലേഴ്സിനെ മുഴുവൻ അടിച്ചു കളഞ്ഞു. അപ്പം ഇന്ന് എന്താ സംഭവിച്ചത്, അതായത് വ്യാഴാഴ്ച ദിവസം ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് താഴോട്ട് പൊട്ടി വന്നു. പക്ഷെ എവിടെയാണ് കൃത്യം സപ്പോർട്ട് എടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ബയേഴ്സ് സ്ട്രോങ് ആയ ആ ലെവലിൽ വന്നപ്പോഴത്തേനും കൃത്യം നിഫ്റ്റി അവിടെ സ്ട്രോങ് സപ്പോർട്ട് എടുത്തു. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യുകയാണ്. അതായത് ഇത് സ്ട്രോങ് സെൽ ലെവലായിരുന്നു. വീണ്ടും നിഫ്റ്റി അവിടെ വന്നപ്പോഴത്തേനും ആ സെൽ അത്രയും നടന്നില്ല. അതായത് ബയേഴ്സ് ഈ ലെവലിൽ സ്ട്രോങ് ആയി, ആ ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. അതിനുശേഷം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് കൃത്യം ബയേഴ്സ് സ്ട്രോങ് ആയ ആ ലെവൽ വന്നപ്പോഴത്തേന് കൃത്യം അവിടെ സപ്പോർട്ട് എടുത്ത് ബൗൺസ് ചെയ്തു, വീണ്ടും നേരെ തിരിച്ച് കയറിപ്പോയി. അതാണ് ഇന്ന് രാവിലെ മോർണിംഗിൽ നടന്ന പ്രൈസ് ആക്ഷൻ. ഓക്കെ, അതിനുശേഷം നടന്ന പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫിബൊനാച്ചി ടൂളുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓപ്പണിംഗിൽ ഉള്ളൊരു ഫോള്, അപ്പം ഇതാണ് ഫിബൊനാച്ചി ലെവൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന 50% റിട്രേസ്മെന്റ് ലെവൽ. അതായത് ഈ ഫോളിന്റെ 50% ലെവൽ എന്ന് പറയുന്നത് ഇതാണ്.
ഈ ലെവൽ, അതായത് ഈ ഒരു റെഡ് ലൈൻ കാണുന്ന ലെവലാണ് 50% ലെവൽ എന്ന് പറയുന്നത്. ഞാനിത് മാർക്ക് ചെയ്യാം ഇവിടെ. അതായത് 22,373 പറഞ്ഞ ലെവലാണ് ഈ ഫോളിന്റെ, ഇന്നത്തെ ദിവസത്തെ ഫോളിന്റെ 50% റിട്രേസ്മെന്റ് ലെവൽ 22,373 ആയിരുന്നു. അപ്പം എന്താണ് മോർണിംഗ് നടന്ന പ്രൈസ് ആക്ഷൻ? അതായത് ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും അവിടെ സപ്പോർട്ട് എടുത്തു, അവിടുന്ന് 50% ലെവൽ വന്നപ്പോഴത്തേനും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് അവിടെ നടന്നു. അതിനുശേഷം അതിനെയും ബ്രേക്ക് ഔട്ട് ചെയ്തു. അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രൈസ് ആക്ഷൻ, അപ്പം ഈ ഇവിടുന്ന് സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്ന സെല്ലിങ്ങിന്റെ 50% റിട്രേസ്മെന്റ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചു നിഫ്റ്റിക്ക്. അതിനുശേഷം വീണ്ടും താഴോട്ട് പോന്നു. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് സൈൻ കിട്ടുന്നത്, ഇപ്പം ഇത് നിങ്ങൾ ആദ്യം നമ്മളോട് ചാർട്ട് എന്താണ്, നമുക്ക് ഹിഡൻ ആയിട്ട് തന്നെ സിഗ്നൽസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഈ ഒരു ഫോളിന്റെ 50% റീട്രേസ്മെന്റും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിഫ്റ്റിക്ക് പോകാൻ പറ്റി ഓപ്പണിംഗിൽ. അതിനുശേഷം വീണ്ടും ഒരു സെല്ലിംഗ് നടന്നു. ഈ സപ്പോർട്ട് എവിടെ വന്നപ്പോഴത്തേനാണ് സപ്പോർട്ട് എടുത്തെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ നിഫ്റ്റിയിൽ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ കാണുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ 11.25 എന്തുകൊണ്ടാണ് നിഫ്റ്റിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ആ സെയിം ടൈം, അതായത് 11.25 സമയത്ത് ബാങ്ക് നിഫ്റ്റി എവിടെയാണ് സപ്പോർട്ട് എടുത്തത് നിങ്ങൾ കണ്ടോ? അതായത് ബുധനാഴ്ച ദിവസം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബുധനാഴ്ച ദിവസം ഈ ലെവൽ എന്ന് പറയുന്നത്, ബുധനാഴ്ച ദിവസത്തെ ഫിബൊനാച്ചി ലെവൽ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ 50% റീട്രേസ്മെന്റ് ലെവൽ 1, 2, 3, 4 തവണ സപ്പോർട്ട് എടുത്ത ലെവലായിരുന്നു ഈ 11.25 എന്ന് പറഞ്ഞ ആ സമയത്ത് നിഫ്റ്റിയിൽ ബൗൺസ് ചെയ്ത ലെവൽ, അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത ലെവൽ. അപ്പം ബാങ്ക് നിഫ്റ്റി ഇവിടെ വന്നപ്പോഴത്തേനും, അതായത് 11.25 സമയമായപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിക്ക് എന്താ സംഭവിച്ചത്? ബാങ്ക് നിഫ്റ്റി അതിന്റെ ബുധനാഴ്ചത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ വന്നപ്പോഴത്തേനും അതവിടെ സപ്പോർട്ട് എടുത്തു, അല്ലേ? അതുകൊണ്ടാണ് നിഫ്റ്റിക്കും അവിടെ സ്ട്രോങ് സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചത്. ഓക്കെ, പക്ഷെ ഇതൊന്നും ഒരിക്കലും ലൈവ് മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ഇവിടെ സപ്പോർട്ട് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യത്തില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ ശരിയാണ്. അപ്പം നമുക്കൊരിക്കലും ഞങ്ങൾ അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, എൻട്രി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രൈസ് ആക്ഷൻ, അതായത് നിങ്ങൾ അന്നേരം നോക്കണം എന്തുകൊണ്ടാണ് നിഫ്റ്റി അവിടെ ബൗൺസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോഴത്തേനും അത് മനസ്സിലാക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കൺവിക്ഷൻ കൂടുകയാണ്. അതായത് നമുക്ക് ഏത് സൈഡിലോട്ടാണ് നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ എൻട്രി എടുക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു കൺവിക്ഷനാണ് നമുക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാവും. അതായത് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ഇത്ര ഫോൾ നടന്നു, അതിനുശേഷം നല്ല റീട്രേസ്മെന്റ് വന്നു, അതിനുശേഷം ഈ ഒരു തലേദിവസത്തെ ഇത്രയും സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറിപ്പോയി. അതിനർത്ഥം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പുട്ട് സൈഡിലോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സിംഗ് ലോ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഈ കാണുന്ന സിംഗ് ലോ, അന്നത്തെ ദിവസത്തെ ലോ, ഈ ലോയും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ദിവസം നമുക്ക് പുട്ട് സൈഡിലോട്ട് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങൾ വീണ്ടും ബാങ്ക് നിഫ്റ്റി പൊട്ടുമായിരിക്കും എന്നുള്ള അസംഷനിൽ നിങ്ങൾ വീണ്ടും എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പുട്ടിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ലോസ് ബുക്ക് ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എന്താണ്, നമ്മൾ ഏത് സൈഡ് നിൽക്കണം, അതായത് പുട്ടിന്റെ സൈഡ് നിൽക്കണോ കോളിന്റെ സൈഡ് നിൽക്കണോ. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഓപ്പണിംഗിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി നമുക്ക് കോൾ സൈഡിലാണ് നിൽക്കേണ്ടത് നമുക്ക് മനസ്സിലായി. അപ്പൊ നിഫ്റ്റിയിൽ അടുത്ത സംഭവിച്ച പ്രൈസ് ആക്ഷൻ എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ 11.5 അതായത് 11.5 നിഫ്റ്റി അതിന്റെ PDS അതായത് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ച പ്രൈസ് ആക്ഷൻ ഗ്യാപ്പ് അപ്പ് ആയിട്ട് PDS മുകളിൽ ഓപ്പൺ ചെയ്തു. കൃത്യം അതിന്റെ PDS വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ക്യാൻഡിൽ, അതായത് ലോങ് അപ്പർ വീക്ക് ഉള്ള ഒരു ക്യാൻഡിലോട് കൂടി PDS റിജക്ഷൻ വന്നു 11.5. നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചെന്നുള്ളത്. ഈ ഒരു സെയിം ടൈമിൽ നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. അതായത് നിഫ്റ്റിയിലും ആ സമയത്ത്, അതായത് ഓൾറെഡി ഈ 11.5 സമയത്ത് 11:05 അതായത് ബാങ്ക് നിഫ്റ്റി അതിന്റെ PDS മുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈയിൽ എത്തിയിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും നിഫ്റ്റിക്ക് ഒരു റെസിസ്റ്റൻസ് വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, അതായത് 11:05 11:05 5 മിനിറ്റ് ക്യാൻഡില്
ഇവിടെ വന്നപ്പോഴത്തേനും നിഫ്റ്റിയിൽ ഒരു ഫോള് വരാൻ കാര്യം ഈ ഒരു കൃത്യസമയത്ത് ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ PDHന്റെ റെസിസ്റ്റൻസ് അവിടെ വന്നത് കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ടാണ്. നിങ്ങളിപ്പോ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുന്നില്ല. നിങ്ങൾ നോക്കുമ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റി ഇവിടെ അതിന്റെ PDH ബ്രേക്ക്ഔട്ട് ചെയ്തു അല്ലെ. നിഫ്റ്റി അതിന്റെ PDHന് മുകളിൽ പോയി ഇവിടെ വന്നപ്പോഴത്തേനും അപ്പൊ നിങ്ങൾ ഓർക്കും ഇനി ഇവിടുന്ന് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്ത് മേളിലോട്ട് പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു 11:05 സമയത്ത് ബാങ്ക് നിഫ്റ്റിയിലെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം വെച്ചാൽ ഒരു സപ്പോർട്ട് ലെവൽ അല്ല. പിന്നെയോ നമ്മൾ ഈ ഒരു 11:05 മണി സമയത്ത്, അതായത് നിങ്ങൾക്ക് ഇപ്പം നിഫ്റ്റിയിൽ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചാൽ അത് പറയാൻ വിട്ടു. അതായത് സപ്പോർട്ട് എടുത്തു. ഇപ്പം മോർണിംഗിൽ ഈ ഒരു ഫോളിന് ശേഷം നമുക്ക് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ മോർണിംഗിൽ മേടിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറഞ്ഞത് ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ ആയിരുന്നു. അതായത് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം. അതായത് നമുക്ക് നിഫ്റ്റിയിൽ മോർണിംഗിൽ കോൾ ഓപ്ഷൻ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് ടേൺഡ് സപ്പോർട്ട് ലെവൽ ആയിരുന്നു നമുക്ക് നിഫ്റ്റിയിൽ. നമുക്ക് മോർണിംഗിൽ, അതായത് മോർണിംഗിലെ ഫോളിന് ശേഷം നമുക്ക് കോൾ ഓപ്ഷൻ മേടിക്കാനായിട്ട് ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ട്രേഡർ അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു അവസരം നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടോ നിങ്ങൾക്ക് ഇവിടെ കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റാതെ നിങ്ങൾ വിട്ടുപോയി. ഓക്കെ, ഫൈൻ, നിങ്ങൾ വിട്ടേക്കുക. നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ മേടിക്കാൻ നിങ്ങൾ വിട്ടുപോയി, നിങ്ങൾക്ക് അത് പറ്റിയില്ല, നിങ്ങൾ പിന്നീട് ചാടി കയറി വീണ്ടും നിഫ്റ്റി കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ കോൾ സൈഡിൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഒരിക്കലും നമ്മളെപ്പോഴും അതിന്റെ ഒരു ഫണ്ടമെന്റൽ ബേസിക് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതായത് ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടിലായിരിക്കണം നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ മേടിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ മേടിക്കുന്നത് എപ്പോഴും ഒരു സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ആയിരിക്കണം. അപ്പം മോർണിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഈ ഒരു PDHന് മുകളിൽ സപ്പോർട്ട് എടുക്കുകയായിരുന്നെങ്കിൽ അവിടെ നമുക്കൊരു കോൾ ഓപ്ഷൻ മേടിക്കാൻ പ്ലാൻ ചെയ്യുമായിരുന്നു. അത് ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോഴത്തേനും നമുക്ക് അവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കോൾ ഓപ്ഷൻ മേടിക്കാനായിട്ടില്ല. പിന്നീട് അടുത്ത ഓപ്പർച്യൂണിറ്റി എവിടെയായിരുന്നു? അതായത് PDCയുടെ അവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും അവിടെ സപ്പോർട്ട് എടുക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് PDCയുടെ ലെവല് നമുക്കൊരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ കോൾ ഓപ്ഷൻ മേടിക്കാൻ പറ്റുന്ന ലെവൽ ഏതൊക്കെയായിരുന്നു? ഒന്ന് PDH അവിടെ സപ്പോർട്ട് എടുത്തില്ല, നമുക്ക് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അടുത്ത ലെവൽ PDC വന്നു, അവിടെ സപ്പോർട്ട് എടുത്തില്ല, അപ്പം അവിടെ നിന്ന് വീണ്ടും അവിടെയും കോൾ ഓപ്ഷൻ നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഇവിടെ വന്നു അടുത്ത ലെവൽ. അപ്പം അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൺഡേയിലെ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് സപ്പോർട്ട് ലെവലായ ലെവലിൽ ആണ് വന്നപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കോൾ ഓപ്ഷൻ മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം ഇവിടെ മിസ്സായെന്ന് വിചാരിക്കുക. പിന്നീട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നീട് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി അതാണ്. പിന്നീട് കയറി വരുമ്പോഴത്തേനും നിങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ചാടിക്കറി ഒരിക്കലും ഇവിടെ ഒന്നും പോയി കോൾ ഓപ്ഷൻ മേടിക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേടിച്ചാൽ പോലും നമുക്കൊരു സ്ട്രോങ് റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടെ PDH ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയായിരുന്നു. അതായത് PDH ഒരു സപ്പോർട്ട് എടുക്കാതെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി. അപ്പൊ നമുക്കൊരിക്കലും ഇവിടെ മേടിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ വലിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് PDH നിൽപ്പുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് പോയി ഇവിടെ ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോമോയിൽ ഇത് കയറി വരുമ്പോഴത്തേനും ഇവിടെ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ പണി കിട്ടും. കാരണം നമ്മൾ ഇവിടെ മേടിച്ചാൽ പോലും നമ്മൾ ചിലപ്പോൾ സംഭവിക്കുന്നതാണ് ഇത് വീണ്ടും കയറി അങ്ങ് പോവായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ മേടിച്ച്, സപ്പോസ് ഇൻ കേസ് ഈ PDCക്ക് മുകളിൽ കുറെ നേരം സസ്റ്റെയിൻ ചെയ്തു, ഏകദേശം ഒരു 10-20 മിനിറ്റോളം സസ്റ്റെയിൻ ചെയ്തു. അപ്പം ഇവിടെ നിങ്ങളൊരു PDCയുടെ മുകളിൽ ഒരു സസ്റ്റെയിൻ ചെയ്തപ്പോഴത്തേനും നിങ്ങളൊരു സപ്പോസ് ഒരു കോൾ ഓപ്ഷൻ മേടിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യത്തില്ല. കാരണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. കാരണം PDHന് മുകളിൽ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു വീണ്ടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വീണ്ടും കയറി പോകും. പക്ഷെ നമ്മൾ ബാങ്ക് നിഫ്റ്റി ചെക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ഇവിടെ കോൾ ഓപ്ഷൻ മേടിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു 11:05 മണി സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കാണുന്ന ഒരാള് കൃത്യമായിട്ടും അവിടെ അയാളുടെ കോൾ ഓപ്ഷനിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അല്ലേ? അതായത് ബാങ്ക് നിഫ്റ്റി കൃത്യം 11:05 മണി സമയത്ത് അതിന്റെ PDHൽ എത്തി, അവിടുന്ന് റിജക്ഷൻ ആയി. അപ്പം അവിടുന്ന് വീണ്ടും ഫോള് വന്നു. ആ സെയിം ഫോള് തന്നെ നിഫ്റ്റിയിലും അവിടെ സംഭവിച്ചു. അപ്പം ഇങ്ങനെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ കോറിലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നീട് നമുക്ക് ഇപ്പം ഓക്കെ ഇവിടെ മിസ്സായി, പിന്നെ PDCയുടെ മുകളിൽ നിങ്ങൾ കോൾ ഓപ്ഷൻ മേടിക്കാൻ മിസ്സായി, ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ കോൾ ഓപ്ഷൻ മേടിക്കാനുള്ള 2 ഓപ്പർച്യൂണിറ്റി മിസ്സായി. വീണ്ടും ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ സപ്പോർട്ട് എടുത്തു. ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ പറയുന്ന തൊട്ട് തലേദിവസത്തെ സപ്പോർട്ട് ലെവൽ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയുടെ അവിടെ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്തപ്പോഴത്തേനും നിഫ്റ്റിയും സപ്പോർട്ട് എടുത്തു. ഓക്കെ, പിന്നീട് എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. പിന്നീട് നിഫ്റ്റി വീണ്ടും കയറി വരുവാണ്. അതായത് നിഫ്റ്റി രണ്ടാമതും PDHന് മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ വരുമ്പോഴത്തേനും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ബ്രേക്ക് ഔട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ഫിബൊനാച്ചി ടൂൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഏകദേശം ഈ ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ, അതായത് ഈ ഒരു റൈസിന്റെ 50% ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലാണ് ഈ ലെവൽ. അപ്പൊ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയിലും അത് തൊട്ട് തലേദിവസത്തെ റേഞ്ചിന്റെ 50% റിട്രേസ്മെന്റ് ലെവൽ ആയിരുന്നു. നിഫ്റ്റിയിലും ഈ ഒരു റൈസിന്റെ ഇന്നത്തെ ദിവസത്തെ റൈസിന്റെ 50% റിട്രേസ്മെന്റ് ലെവൽ എത്തി. അപ്പോഴത്തേക്കും നമുക്ക് സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ഉണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരിക്കലും ലൈവ് മാർക്കറ്റിൽ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഇതിനാണ് നമുക്ക് കുറെ നാളത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാനിപ്പം ഈ ഒരു കാര്യങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് കാരണം മറ്റൊന്നുമല്ല. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പം ഇതൊക്കെ ഞാൻ ഒത്തിരി 2-3 വർഷങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇപ്പൊ ട്രേഡിങ് തുടങ്ങിയ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത് ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ ദിവസം ഈ പ്രൈസ് ആക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളിപ്പം ഇന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ വേറൊരാളുടെ പ്രോഫിറ്റോ കണ്ടിട്ടൊന്നും അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അത് നമ്മുടെ സൈക്കോളജി നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളല്ലാതെ ഒരിക്കലും നമ്മുടെ ട്രേഡിങ്ങിനെ ഒരു തരത്തിലും മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റുകളെ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ എന്തുമാത്രം നമ്മൾ പ്രൈസ് ആക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ട്രേഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് എൻട്രി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കൊരു കൺഫ്യൂഷനാണ്. അതായത് അത് അവിടെ നിന്ന് കയറുവാണോ അല്ലെങ്കിൽ ഇറങ്ങുമോ. അപ്പം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിങ്ങിൽ, അതായത് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലുകൾ, തൊട്ട് തലേദിവസം സപ്പോർട്ട് ലെവലുകൾ, റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവിക്ഷനോട് കൂടി എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ സംഭവിച്ചത്? അതായത് ബാങ്ക് നിഫ്റ്റി വീണ്ടും അതിന്റെ PDHന് മുകളിലെത്തി. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾ റിസ്കി ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ, വീണ്ടും ഈ PDHന് മുകളിൽ ഒരു 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്തപ്പോഴത്തേനും വേണമെങ്കിൽ ഈ PDH വീണ്ടും ഒരു തൊട്ട് താഴെ, അതായത് നിങ്ങൾ പ്രീമിയം ചാർട്ടിലാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് 12:05 മണി അല്ലെങ്കിൽ 12:10 നമുക്ക് വേണമെങ്കിൽ 22,400 നമുക്ക് മറ്റേ പ്രീമിയത്തിന്റെ ചാർട്ട് നമുക്ക് നോക്കാം. 12,400 12,300 സി നോക്കാം. അതായത് 12:05 മണിക്ക് 12 മണി 5 മിനിറ്റ് സമയത്ത് 12,300 സിയുടെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത്
12.5 ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു സമയത്താണ് നിഫ്റ്റി അതിന്റെ PDS ബ്രേക്ക്ഔട്ട് ചെയ്തത് അല്ലെ. അതായത് 12 മണിക്ക് സമയത്ത് നമ്മൾ ഒന്നുകൂടെ നോക്കാം. അതായത് 12 മണിക്ക് നിഫ്റ്റി അതിന്റെ PDS മുകളിൽ വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഇതാണ് 22,300 കോൾ ഓപ്ഷന്റെ പ്രീമിയം ചാർട്ട്. അതായത് 12 മണിക്കത്തെ സ്പോട്ട് ചാർട്ടിൽ ഗ്രീൻ ക്യാൻഡിലിന്റെ തുല്യമായിട്ടുള്ള 22,300 സിയുടെ 12 മണിയുടെ ക്യാൻഡിലാണിത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇപ്പൊ 111 രൂപയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേനും നിങ്ങൾ വീണ്ടും 108 രൂപ മേടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ തൊട്ട് മുന്നത്തെ ഒരു സെല്ലിംഗ് ക്യാൻഡിലിന്റെ ലോയിലോ അപ്പം അല്ലെങ്കിൽ ഒരു 10 പോയിന്റ് നിങ്ങളൊരു 10 രൂപ ഇട്ടോ പ്രീമിയത്തിൽ നിങ്ങളൊരു 10 രൂപ ഇട്ടാൽ പോലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു അന്നത്തെ ദിവസം? ഈ 22,300 കോൾ ഓപ്ഷൻ നിങ്ങൾ ഇവിടെ 100 രൂപയ്ക്ക് മേടിച്ചിരുന്നെങ്കിൽ അന്നത്തെ ദിവസം അത് 244 രൂപയ്ക്കാണ് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോഴത്തേനും ഈ 22,300 കോൾ ഓപ്ഷന്റെ ചാർട്ട് പ്രീമിയം പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എത്ര രൂപ? അതായത് 144 രൂപ. അതായത് PDS ബ്രേക്ക്ഔട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്തപ്പോഴത്തേനും നമുക്ക് കിട്ടിയ കാര്യമാണ്. അപ്പൊ നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് വരാം. അതായത് പക്ഷേ നിങ്ങൾ ഇവിടെ വേറെ കാര്യം ഒബ്സർവ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരും. അതായത് നിഫ്റ്റി ഇന്ന് അൾട്രാ ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുമ്പോഴത്തേനും അതായത് ഈ 11.5 ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അതായത് PDSന്റെ ആ റെസിഡൻസ് ലെവൽ, അതായത് ആ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യാനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് പറ്റിയിട്ടേ ഇല്ല. അതായത് നിഫ്റ്റി നിങ്ങൾ കണ്ടു കാണും. അതായത് 11.5 ഹൈയെ ബ്രേക്ക്ഔട്ട് ചെയ്ത് നിഫ്റ്റി പോയി. അതുകൂടാതെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോയി. പക്ഷെ നിങ്ങൾ ആ സെയിം പ്രൈസ് ആക്ഷൻ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഈ ഒരു 11.5 ഹൈയും ബ്രേക്ക്ഔട്ട് ചെയ്ത് നിഫ്റ്റി പോയി. അതുകൂടാതെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ റെഡ് ക്യാൻഡലിന്റെ ഹൈയും ബ്രേക്ക്ഔട്ട് ചെയ്ത് നിഫ്റ്റി ക്ലോസ് ചെയ്തു. പക്ഷേ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 11.5 ക്യാൻഡലിന്റെ ഹൈ പോലും ബ്രേക്ക്ഔട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിയെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം നിഫ്റ്റി ഈ ഓപ്പണിംഗ് ക്യാൻഡലിന്റെ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റിക്ക് ആണെങ്കിൽ ഈ 11.5 PDSന്റെ ഹൈയിലുള്ള റിജക്ഷൻ ക്യാൻഡലിന്റെ ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിഫ്റ്റിയെ കഴിഞ്ഞും ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിങ്ങൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിൽ ബാങ്ക് നിഫ്റ്റി എത്തുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോഴത്തേനും ഇതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേപോലെ പോയില്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ പിടിച്ചു വലിക്കുകയും പിടിച്ചുയർത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം എൻഡ് ഓഫ് ദ ഡേയിൽ ബാങ്ക് നിഫ്റ്റി അതിന്റെ PDSന് തൊട്ട് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയും ബ്രേക്ക്ഔട്ട് ചെയ്ത് PDSന് ഒത്തിരി കൂടി ക്ലോസ് ചെയ്തു. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ, അതായത് ഫെബ് മാസം 28 ഫ്രൈഡേയിലെ ഗ്യാപ്പ് നിഫ്റ്റി ഇന്ന് വ്യാഴാഴ്ചയാണ് ഫില്ല് ചെയ്തെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ആ ഗ്യാപ്പ് ഇന്നലെ തന്നെ ഫില്ല് ചെയ്തു അല്ലേ. അതായത് ഇന്നലെ തന്നെ ഫെബ് മാസത്തിലെ 28 വെള്ളിയാഴ്ചത്തെ ആ ഗ്യാപ്പ് ഇന്നലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തു. നിഫ്റ്റിക്ക് അത് ഫില്ല് ചെയ്യാൻ സാധിച്ചത് ഇന്നാണ് അല്ലെ. ഓപ്പണിംഗിൽ നിഫ്റ്റി അത് ഫില്ല് ചെയ്തപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റി അവിടെ നിന്ന് ഫോളോ ചെയ്തു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീക്ക്ലി എക്സ്പയറിയുടെ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചത്തെ ദിവസത്തിന്റെ ഈ പ്രൈസ് ആക്ഷൻ ഞാൻ ഇന്ന് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ രാവിലെ അന്നത്തെ ദിവസത്തെ ഓപ്പണിങ്ങിന്റെ
ഒരു പ്ലാൻ, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അത് നിങ്ങൾ കാണുക. അതുകൂടാതെ എന്റെ സ്ട്രാറ്റജി പരമായിട്ടുള്ള വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കാണാൻ ശ്രമിക്കുക. അപ്പൊ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റും കൂടെ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുകൂടെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു.